Hi guys, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Redmi Note 8 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന് നോക്കാം. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഇപ്പം ജസ്റ്റ് താഴെ ഇട്ടാലൊന്നും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. റെഡ്മിയുടെ എല്ലാ മൊബൈൽസും നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിലും ലഭിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ സെക്ഷൻ ലുക്ക് ആൻഡ് ഫീൽ ആണ്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ് റെഡ്മിയുടെ നോട്ട് 8. അതുപോലെ തന്നെ നമുക്ക് പുറകിൽ നോക്കാൻ നേരത്ത് ഒരു പേൾ വൈറ്റ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രേഡിംഗ് ഒക്കെ ആ ഒരു മൊബൈലിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ നമുക്ക് ഈ ഒരു റെഡ്മി നോട്ട് 8 ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിയും അതുപോലെ ലക്ഷറി ലുക്കും ഈ ഒരു മൊബൈലിന് തരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നോട്ടീസ് ചെയ്യും ആൾക്കാർ ഈ ഒരു മൊബൈൽ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ. അടുത്ത നമ്മുടെ സെക്ഷൻ വെയിറ്റ് ആണ്. വെയിറ്റ് 189 grams ആണ് വരുന്നത്. വലിയ വെയിറ്റ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കുവാണെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഈ ഒരു ഫോണിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും വെയിറ്റ് തന്നെ ഈ ഒരു മൊബൈലിന് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ വെയിറ്റ് ബാലൻസിങ് ആണ്. നല്ല അടിപ്പനായിട്ട് ഇതിന്റെ വെയിറ്റ് ബാലൻസിങ് റെഡ്മി നോട്ട് 8 ഷവമി കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ സെക്ഷൻ പോർട്സ് ആൻഡ് ബട്ടൺസ് ആണ്. അത്യാവശ്യം നല്ല ലൗഡുള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്പീക്കർ ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തോട്ട് വശം വരാൻ നേരത്ത് ഇപ്പുറത്ത് വരുന്നത് ഒരു IR ബ്ലാസ്റ്റർ ആണ്. IR ബ്ലാസ്റ്റർ ഷവമിയുടെ നമ്മൾ ഏത് മൊബൈൽസ് നോക്കുവാണെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പോക്കോയുടെ മൊബൈൽസിലും നമുക്ക് ഈ ഒരു IR ബ്ലാസ്റ്റർ ലഭിക്കുന്നുണ്ട്. മറ്റേ ഒരു മൊബൈൽസിലും ഞാൻ ഈ ഒരു IR ബ്ലാസ്റ്ററിന്റെ സെൻസർ കണ്ടിട്ടില്ല. ഇവിടെ വരുന്നത് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കോൾ വിളിക്കാൻ നേരത്തെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു മൊബൈലിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മൊബൈലിന് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ തന്നെ ഒരു IR ബ്ലാസ്റ്റർ നമുക്ക് ഷവമി റെഡ്മി നോട്ട് 8 നൽകിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ സെക്ഷൻ സിം സ്ലോട്ട് ആണ്. ഹൈബ്രിഡ് സ്ലോട്ട് അല്ല, 3 സ്ലോട്ട് ആണ്. ഡ്യുവൽ സിം ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 സിമ്മും അതുപോലെ തന്നെ ഒരു SD കാർഡ് നമുക്ക് ഇതിൽ നല്ല സുഖകരമായിട്ട് ഇടാം. അടുത്ത നമ്മുടെ സെക്ഷൻ സ്പെക് ആണ്. സ്നാപ്ഡ്രാഗണിന്റെ 665 പ്രോസസ്സർ ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന വേരിയന്റ് 6GB 64GB ആണ്. അതുപോലെ തന്നെ 6GB 64GB അതുപോലെ തന്നെ 8GB 128GB വേരിയന്റ് നമുക്ക് റെഡ്മി നോട്ട് 8 ലഭിക്കുന്നതാണ്. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്ങിനൊക്കെ ഈ ഒരു മൊബൈലിൽ അടിപൊളിയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അടുത്ത നമ്മുടെ സെക്ഷൻ ഡിസ്പ്ലേ ആണ്. നമുക്കൊരു നോച്ച് ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 8 ലഭിക്കുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇല്ലെങ്കിൽ ബെസ്ലെസ് അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു ഭംഗി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റെഡ്മിയുടെ ഒരു ബ്രാൻഡിങ് കൂടെ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ റെഡ്മിയുടെ മൊബൈലാണെന്ന് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാകും. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും റെഡ്മി നോട്ട് 8 AMOLED ഡിസ്പ്ലേ ആണോ? അല്ല, റെഡ്മി നോട്ട് 8 AMOLED ഡിസ്പ്ലേ അല്ല, പകരം ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. IPCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. നമ്മൾ സൂര്യന്റെ വെളിച്ചത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ പ്രശ്നമൊന്നും ഇതിൽ ഫീൽ ചെയ്യത്തില്ല. സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നമൊന്നും എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ പ്രത്യേകത സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ കളേഴ്സ് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിരിക്കും. ഫുൾ HD IPCD ഡിസ്പ്ലേക്ക് ആ ഒരു പ്രത്യേകത നമുക്ക് കാണത്തില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഷവമിയുടെ മൊബൈൽസ് ആയാലും മറ്റ് മൊബൈൽസിനാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നമൊന്നും നമുക്ക് ആ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 ഫ്രണ്ടും ബാക്കും പ്രൊട്ടക്ട് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഷവമി റെഡ്മി നോട്ട് 8 കൊടുത്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ സെക്ഷൻ OS ആണ്. MIU 10 ആണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ഷവമി മൊബൈൽസ് പോലെ തന്നെ ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് തന്നെയാണ്. അത്ര ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ അല്ലെങ്കിൽ പോലും അപ്ഡേഷനിൽ പുതിയൊരു വെർഷൻ കൊണ്ടുവരാമെന്ന് ഷവമി ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. നമുക്കിനി ഓഡിയോയും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കിയാലോ. അതിനായി ഞാൻ NCCയുടെ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ്. പാട്ട് അത്യാവശ്യം നല്ല പാട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല ബാസൊക്കെ ഉള്ള പാട്ട് തന്നെയാണ്. ഷവമിയുടെ മൊബൈൽസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ നേരത്ത് അത്യാവശ്യം അടിപൊളി സൗണ്ട് തന്നെയാണ് ലഭിക്കുന്നത്. ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അത്ര ലൗഡല്ല ഈ ഒരു മൊബൈലിൽ ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ നേരത്ത്. കുഴപ്പമില്ല, ഒരു ഹാളിൽ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മിക്ക ആളുകൾക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടേക്കുവാണ്. ഇനി നിങ്ങൾക്കൊരു വീഡിയോയാണ് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറയാം. അതിനായിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഞാൻ 480p പ്ലേ ചെയ്യുന്നത്. 180p നോക്കി, പക്ഷേ യൂട്യൂബിൻ്റെ പുതിയൊരു പോളിസി അനുസരിച്ച് നമുക്കത് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 180p പ്ലേ ചെയ്യുന്നത് 480p.
ഗൈസ്, അപ്പോൾ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ ആ ഒരു ഡിഫക്റ്റീവ് ഒന്നും ഫീൽ ഒന്നും ചെയ്യത്തില്ല. എല്ലാ മൊബൈൽസിനും ഓരോരോ പ്രത്യേകത കാണും. നമ്മുടെ അടുത്ത സെക്ഷൻ ഈ ഒരു മൊബൈലിലെ ഫീച്ചേഴ്സ് FM റേഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നോക്കാൻ നേരത്തെ പല മൊബൈൽസിലും ഇപ്പോൾ നമുക്ക് FM ഒന്നും ലഭിക്കത്തില്ല. ഞാൻ നമ്മൾ നോക്കാൻ നേരത്തെ ധാരാളമായിട്ടുള്ള പ്രീ ഇൻസ്റ്റാൾഡുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കുറേയൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അതിലേറ്റവും പ്രൈമറി ആയിട്ട് എനിക്ക് തോന്നിയതാണ് UC ബ്രൗസർ. അതുപോലെ തന്നെ ഹെലോ. ഈ ഒരു രണ്ട് ഇതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ന്യൂസൻസ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഞാൻ ഹെലോ ഇതുവരെയായിട്ടും കളഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ നോക്കാൻ നേരത്തെ ഒരുപാട് ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. PUBG ഒന്നും ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതെന്താണ് ഞാൻ ആലോചിക്കുമായിരുന്നു. PUBG ഒക്കെ ഇൻസ്റ്റാൾ ആയി വരേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മൾ ഇന്റേണൽ ആയിട്ട് നോക്കാൻ നേരത്തെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് പെർഫോമൻസ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ നല്ല സുഖകരമായിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നോക്കാൻ നേരത്ത് 1,40,000 ആണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക്. ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്കോർ അത്യാവശ്യം നല്ല ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കാൻ നേരത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കാൻ നേരത്ത് ഇതിൽ PUBG മീഡിയം സെറ്റിങ്സിൽ കളിക്കാൻ പറ്റും. ഹൈ എൻഡിൽ കളിക്കാൻ പറ്റത്തില്ല. ഹൈ എൻഡിൽ കളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊസസ്സറിന് അത്രയും താങ്ങാൻ സാധിക്കത്തില്ല. മീഡിയം സെറ്റിങ്സിൽ അത്യാവശ്യം നല്ല ഗെയിംസൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു മൊബൈലിൽ നമുക്ക് കളിക്കാൻ പറ്റും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ട് ഈ ഒരു മൊബൈൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഫോണിൽ പെർഫോമൻസ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്യാമറ. നമ്മുടെ അടുത്ത സെക്ഷൻ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്നാണ്. നമുക്കിതിൽ ലഭിക്കുന്നത് 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇതാണ് പ്രൈമറി ലെൻസായ 48 മെഗാ പിക്സൽ. സെക്കൻഡ് ലെൻസ് വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. അതുപോലെ തന്നെ തേർഡ് ലെൻസ് വരുന്നത് മാക്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് 2 മെഗാ പിക്സലാണ് വരുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ ആയിട്ടുള്ള ലെൻസ് വരുന്നത് ഡെപ്ത് സെൻസറാണ്. ഏകദേശം 2 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ എല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ നമുക്ക് ഈ ഒരു ഷവോമിയുടെ മൊബൈലിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാമറയിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിന് നോച്ച് ഡിസ്പ്ലേ വരുന്ന ഫ്രണ്ട് ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ക്യാമറ നോക്കാൻ നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. അതായത് സ്ലോ മോഷൻ ലഭിക്കുന്നുണ്ട്, ഷോർട്ട് വീഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ലോ മോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 120 ഫ്രെയിംസിലാണ് നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഷോർട്ട് വീഡിയോ ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. വീഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം മൊബൈൽസിൽ ഉള്ളതാണ്, വീഡിയോയും ഫോട്ടോയും. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇതിൽ വെച്ച് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. പിന്നീട് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം നല്ലതാണ്. കാര്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡെപ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓട്ടോ ഫോക്കസ് നമുക്ക് ഇല്ലെങ്കിൽ മാനുവലായിട്ടുള്ള ഫോക്കസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഡെപ്ത് എഫക്റ്റ് ഒരു രക്ഷയില്ലെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുറച്ച് സാമ്പിൾ ഫോട്ടോഗ്രാഫി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ നൈറ്റ് എന്ന് പറയുന്നത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്ത് ലൈറ്റ് കുറവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇതിനകത്ത് പ്രോയും ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ തന്നെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ഡെപ്ത് എഫക്റ്റ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്ന പോലെ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ലൈറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് അല്ല. അതുപോലെ നമ്മൾ നോക്കാൻ നേരത്തെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് AI ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി അത്ര അറിയാത്ത ആളുകൾക്ക് AI മോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് ഫോട്ടോയ്ക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയതുകൊണ്ട് തന്നെ നല്ല ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. വണ്ടിക്ക് പെട്രോൾ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാറ്ററിയും. അതുപോലെ തന്നെ പെട്രോൾ അടിച്ചു കൊടുക്കാനുള്ള പമ്പും പോലെയുള്ള ഫാസ്റ്റ് ചാർജിങ്. അടുത്ത നമ്മുടെ സെക്ഷൻ ഫാസ്റ്റ് ചാർജിങ്. അതുപോലെ തന്നെ ബാറ്ററിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. 4000 mAh മോൺസ്റ്റർ ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നതാണ്. നമ്മൾ നോക്കാൻ നേരത്ത് 4000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ദിവസമൊക്കെ മാനുവൽ യൂസിന് നല്ല കിടുവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ നമുക്ക് പിടിച്ച് നീക്കാൻ സാധിക്കും. ഹ്യൂജ് മാസീവ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു മൊബൈലിൽ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കും ഉണ്ടായിട്ടും നീ എന്താ കാണിക്കാത്തതെന്ന്. ഫേസ് അൺലോക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഞാൻ പ്രത്യേകിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തായിരുന്നത്.
നല്ല അടിപൊളിയായിട്ടൊരു ഫേസ് അൺലോക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു ഇനിഷ്യലായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പാസ് ചെയ്തതേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, 11,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മൊബൈൽ തന്നെയാണ് റെഡ്മി നോട്ട് 8. പൈസ കൊടുക്കുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു മൊബൈലും കൂടെയാണ് റെഡ്മി നോട്ട് 8. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാര്യം അടിപൊളിയായിട്ടുള്ള കിടക്കാച്ചി വീഡിയോസ് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യുക. നാളെ 12 മണിക്ക് കാണുന്നതായിരിക്കും. അത് പറ്റത്തില്ല. കാര്യം എന്താ, നാളെ 12 മണിക്ക് ഞാൻ വീഡിയോ ഇടുന്നില്ല. നാളെ 12 മണിക്ക് വീഡിയോ ഇടുന്നത് എൻ്റെ മറ്റേ ചാനലാണ് ടെക് ക്രിയേറ്റർ. നേരെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടുന്നതായിരിക്കും എൻ്റെ എല്ലാ ചാനലുകൾക്കും. ബൈ ബൈ.